ട്രാൻസ്ഫോമർ, ഇതാണ് നമ്മുടെ ടോപ്പിക്. ഒരുപക്ഷെ ഈ ഒരു വേർഡ് നമ്മൾ മുന്നേ കേട്ടിട്ടുള്ളതാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഈ ഒരു വേർഡ് കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ഈ റോഡ് സൈഡിലേക്കൂടെയൊക്കെ പോകുമ്പോൾ ഒരുപക്ഷെ KSEB സ്ഥാപിച്ചിരിക്കുന്ന ട്രാൻസ്ഫോമേഴ്സൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. വളരെ സൈലൻ്റ് ആയിട്ടുള്ള സമയങ്ങളിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ട്രാൻസ്ഫോമറിൽ നിന്ന് വളരെ ചെറിയൊരു സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാം. എസ്പെഷ്യലി നമ്മൾ ഈ രാത്രി കാലങ്ങളിലൊക്കെ, അപ്പോൾ ചുറ്റും നിശബ്ദമായിരിക്കും, വാഹനങ്ങളൊക്കെ കുറവായിരിക്കും. അപ്പോൾ ഈ രാത്രി കാലങ്ങളിലൊക്കെ നമ്മൾ വളരെ നടന്നൊക്കെ വരികയാണെങ്കിൽ ആ ട്രാൻസ്ഫോമറിൻ്റെ അടുത്തെത്തുമ്പോൾ വളരെ ചെറിയൊരു മൂളലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ശരിക്കും എന്താണ് ഈ ട്രാൻസ്ഫോമർ? എന്താണ് ആ ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ? എന്തിനു വേണ്ടിയിട്ടാണ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്? ഇനി നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് അതിനെ ചേഞ്ച് ചെയ്യുന്നതിനായിട്ട് ഈ ട്രാൻസ്ഫോമറിന് സാധിക്കുമോ? ലിമിറ്റേഷൻസ് എന്തെങ്കിലും ഉണ്ടോ? അപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടോ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൻ്റെ കീഴിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യമായി ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് പറയണം. അതിനുശേഷം അതിൻ്റെ ചെറിയൊരു കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് പറയണം. പിന്നീട് അതിൻ്റെ പ്രിൻസിപ്പിളും പറയണം. ഇത്രയും കാര്യങ്ങളാണ് ആദ്യമായി ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ചെറിയൊരു ഇൻട്രൊഡക്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഇൻട്രൊഡക്ഷൻ നമ്മൾ പറയുന്നത് എന്തിനു വേണ്ടിയാണ് ഒരു ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത് നോക്കാം നമുക്ക്. ട്രാൻസ്ഫോമർ ഈസ് എ ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്. നമ്മുടെ കയ്യിൽ ഒരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ചാപ്റ്റർ AC ആണ്, ഓൾട്ടർനേറ്റിംഗ് കറൻ്റ് ആണ്. അതിൻ്റെ തുടക്കത്തിലേ നമ്മൾ പറഞ്ഞു ഒരു AC ജനറേറ്റർ ഉപയോഗിച്ച് നമുക്ക് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഉണ്ടാക്കാം, ഒരു ഓൾട്ടർനേറ്റിംഗ് EMFും ഉണ്ടാക്കാം. അപ്പോൾ ആ ഓൾട്ടർനേറ്റിംഗ് EMFനെ അല്ലെങ്കിൽ ആ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജിനെ നമുക്ക് കൂട്ടാനും പറ്റും, കുറയ്ക്കാനും പറ്റും. നമ്മുടെ വീടുകളിലേക്കൊക്കെ വരുന്നത് ഏകദേശം ഒരു 230 വോൾട്ടാണ്. ആ 230 വോൾട്ടിനെ ചില സ്ഥലങ്ങളിൽ കൂട്ടാറുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഈ KSEB തന്നെ സ്ഥാപിച്ചിരിക്കുന്ന ചില കോംപ്ലക്സ് ആയിട്ടുള്ള പോസ്റ്റുകളുണ്ടാവും. അതായത് 2, 3, 4 പോസ്റ്റുകളൊക്കെ ഒരുമിച്ച് ഒരു ജംഗ്ഷനിലൊക്കെ ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഒരു ട്രാൻസ്ഫോമറും വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ വളരെ വലിയൊരു ട്രാൻസ്ഫോമറൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. അവിടെ ഡേഞ്ചറിൻ്റെ ഒരു സിമ്പൽ ഉണ്ടാവും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ബോർഡിൽ 11 kV എന്നൊക്കെ കാണാം. അതിൻ്റെ അർത്ഥം 11,000 വോൾട്ട് എന്നാണ്. ആ 11,000 വോൾട്ടിനെ നമുക്ക് ചെറുതാക്കിയിട്ട് വേണം നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കാനായിട്ട്. അതായത് 230 വോൾട്ടിലേക്ക് ചെറുതാക്കിയിട്ട് വേണം നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കാൻ. ഇനി ചില സ്ഥലങ്ങളിൽ ഈ ചെറിയ വോൾട്ടേജിനെ കൂട്ടണം നമുക്ക്. ഈ 230 വോൾട്ടിനൊക്കെ ചിലപ്പോൾ 11,000 വോൾട്ട് ആക്കിയിട്ട് മാറ്റിയിട്ടൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. പല സ്ഥലങ്ങളിലും ഈ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജിനെ നമുക്ക് കൂട്ടുകയും വേണം, കുറയ്ക്കുകയും വേണം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ട്രാൻസ്ഫോമർ. അതാണ് അതിൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. ഇറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജിനെ മാത്രമേ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കുള്ളൂ. അല്ലാതെ ഡയറക്റ്റ് വോൾട്ടേജിനെ നമുക്കൊരിക്കലും ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജിന്, മാറിക്കൊണ്ടിരിക്കുന്ന വോൾട്ടേജിന് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറൻറ്റിന് കാരണമായിട്ടുള്ള ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജിനെ മാത്രമേ നമുക്ക് ഈ ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് കൂട്ടാനും ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും സാധിക്കുള്ളൂ. അതാണ് വളരെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. ഇനി അതിൻ്റെ കൺസ്ട്രക്ഷനാണ്. അതിന് ശേഷമാണ് നമ്മൾ പ്രിൻസിപ്പിൾ പറയുന്നത്. ട്രാൻസ്ഫോമർ ശരിക്കും 2 തരത്തിലുണ്ട്. ഒന്ന് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും രണ്ടാമത്തേത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാവും. സ്റ്റെപ്പ് അപ്പ് അതായത് ചെറിയ വോൾട്ടേജിനെ വലിയ വോൾട്ടേജ് ആക്കി മാറ്റുക. വളരെ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ 230 വോൾട്ടിനെ 11,000 വോൾട്ടിലേക്ക് മാറ്റുക. ചെറിയ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജിനെ വലിയ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആക്കി മാറ്റുക. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. അതിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് നമുക്ക് പറയണം. അടുത്തത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. ആ പേരിൽ തന്നെയുണ്ട്, സ്റ്റെപ്പ് ഡൗൺ, താഴേക്ക് കൊണ്ടുവരണം. വലിയൊരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജിനെ ചെറിയ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആക്കി മാറ്റുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 11,000 വോൾട്ടിനെ 230 വോൾട്ടാക്കി മാറ്റുക. ഒരു എക്സാമ്പിൾ മാത്രമാണ്. അപ്പോൾ 2 തരത്തിലുള്ള ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്. ഒന്ന് സ്റ്റെപ്പ് ഡൗൺ, ചെറിയ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജിനെ വലിയ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആക്കി മാറ്റാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ട്രാൻസ്ഫോമറാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. തിരിച്ച്, അതായത് വളരെ വലിയ ഓൾട്ടർനേറ്റീവ് വോൾട്ടേജിനെ ചെറിയ ഓൾട്ടർനേറ്റീവ് വോൾട്ടേജ് ആക്കി മാറ്റാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ട്രാൻസ്ഫോമറാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഇനി അതിൻ്റെ കൺസ്ട്രക്ഷൻസ് നോക്കാം. പ്രധാനമായിട്ടുമുള്ളത് ഒരു സോഫ്റ്റ് അയൺ കോറാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫിഗറിൽ നിന്ന് ഏകദേശം ഒരു 3 ഡയമെൻഷണൽ ഫിഗർ ആയിട്ട് ഞാൻ വരച്ചിട്ടുണ്ട്. ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒരുപാട് ചെറിയ ഷെല്ലുകൾ അല്ലെങ്കിൽ ഷീറ്റ് എന്ന് വിളിച്ചോളൂ. ഇതിപ്പോൾ ഏകദേശം ഒരു അത്യാവശ്യം ഒരു വൈഡായിട്ടുള്ള ഒരു ഷീറ്റാണെന്ന് വിചാരിക്കുക. ഒരു മെറ്റൽ ഷീറ്റാണ്. അതേ മെറ്റൽ ഷീറ്റ് പോലെയുള്ള, അതായത് അതേ സൈസിലും അതേ ഷേപ്പിലുമുള്ള ഒരുപാട് മെറ്റൽ ഷീറ്റുകൾ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഞാനിങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്? ഒറ്റ ഒരു സോളിഡ് ബ്ലോക്ക് നമുക്ക് പോരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോരാ എന്ന് പറയേണ്ടി വരും. കാരണമുണ്ട്, അത് നമുക്ക് പറയാം. അതിനു മുമ്പ് നമ്മൾ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് എന്ന് പറയുന്നു. നമ്മുടെ കയ്യിലുള്ള ആ ഒരു മെറ്റൽ ഷീറ്റ് അത് ലാമിനേറ്റഡ് ആണ്. അതിൻ്റെ താഴെ മറ്റൊരു ഷീറ്റ് ഉണ്ട്, അതും ലാമിനേറ്റഡ് ആണ്. അതിൻ്റെ വീണ്ടും അടിയിൽ മറ്റൊരു ഷീറ്റ്. അപ്പോൾ അല്ലാതെ കൂടി നമ്മളിങ്ങനെ ഒരുമിച്ച് അടുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഏകദേശം ഒരു 4 സൈഡും വോളുകളായിട്ടുള്ള ഒരു ജോമെട്രി കിട്ടും. ഇതാണ് ഏകദേശം ഒരു നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും 4 വോളുകൾ പോലെയുള്ള ഒരു ജോമെട്രി. അതാണ് നമ്മുടെ സോഫ്റ്റ് ആൻഡ് കോർ. 2 ആളുകളിലും, അതായത് സ്റ്റെപ്പ് അപ്പിലും സ്റ്റെപ്പ് ഡൗണിലും ഒരേപോലെ തന്നെയാണ്. അത് നമുക്ക് സോഫ്റ്റ് ആൻഡ് കോർ എന്ന് വിളിക്കാം, ലാമിനേറ്റഡ് സോഫ്റ്റ് ആൻഡ് കോർ എന്ന് വിളിക്കാം. ഇനി നമ്മൾ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ആൻസർ, നമ്മൾ എന്തുകൊണ്ട് ഒരു സിംഗിൾ ബ്ലോക്കായിട്ട് എടുക്കുന്നില്ല? എന്തുകൊണ്ട് നമ്മളതിനെ സ്ലൈസ് ചെയ്ത് ലാമിനേറ്റ് ചെയ്യുന്നു? നമ്മൾ കൊടുക്കുന്നത് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓൾട്ടർനേറ്റിംഗ് കറൻറ്റും ഉണ്ടാകും. ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻപുട്ട് കൊടുക്കുന്നത് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആണ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറൻറ്റാണ്. അപ്പോൾ ഇൻപുട്ടിൽ ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് മാറിക്കൊണ്ടേയിരിക്കും. കാരണം കറൻറ്റ് മാറുകയാണ്, അതനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് മാറും. ഒരു സിംഗിൾ ബ്ലോക്കാണ് എടുക്കുന്നതെങ്കിൽ ആ ബ്ലോക്ക്, അതായത് ചെറിയ ഷെല്ലുകൾക്ക് പകരം ചെറിയ ഷീറ്റുകൾക്ക് പകരം ഒരു സിംഗിൾ ബ്ലോക്കാണ് എടുക്കുന്നതെങ്കിൽ ആ ബ്ലോക്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് മാറുകയും ആ സിംഗിൾ ബ്ലോക്കിൽ എഡ്ഡി കറൻറ്റ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. സിംഗിൾ ബ്ലോക്കിൽ എഡ്ഡി കറൻറ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലോക്ക് ചൂടാകും, ഹീറ്റാകും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജി കുറേയൊക്കെ ഹീറ്റ് എനർജി ആയിട്ട് പോകും. അപ്പോൾ അത് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എഡ്ഡി കറൻറ്റ് ലോസ് മിനിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ജോമെട്രി എടുക്കുന്നത്. അതായത് ഒരു സിംഗിൾ ബ്ലോക്ക് ഉപയോഗിക്കുന്നതിന് പകരം ലാമിനേറ്റഡ് കോറുകൾ ഉപയോഗിക്കുന്നു, ലാമിനേറ്റഡ് സോഫ്റ്റ് ആൻഡ് കോറുകൾ ഉപയോഗിക്കുന്നു. ഓക്കെ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിലും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലും ആ കോറിൻ്റെ ജോമെട്രി ഒന്ന് തന്നെയാണ്. ഇനി നമുക്കൊരു ഇൻപുട്ട് കൊടുക്കണം, ഒരു ഔട്ട്പുട്ട് എടുക്കുകയും വേണം. ഇൻപുട്ട് കൊടുക്കുന്നതിനായിട്ട് ലെഫ്റ്റ് ലെഗ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ലെഫ്റ്റ് വിങ് എന്ന് വിളിക്കാം. ഇടതു ഭാഗത്ത്, ഈ ഭാഗത്ത് ഞാൻ കുറച്ച് വയറെടുത്ത് ചുറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഇൻപുട്ട് കൊടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു കോയിലിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി കോയിൽ. ഔട്ട്പുട്ട് എടുക്കുന്നതിനായി നമ്മുടെ കയ്യിലുള്ള കോയിലാണ് സെക്കൻഡറി കോയിൽ. അപ്പോൾ ഇവിടെ പ്രൈമറി കോയിലുണ്ട്, ഇവിടെ സെക്കൻഡറി കോയിലുണ്ട്. സ്റ്റെപ്പ് ഡൗണിൽ അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ പ്രൈമറി ഉണ്ട്, റൈറ്റ് സൈഡിൽ സെക്കൻഡറി ഉണ്ട്. രണ്ടിലും ഏകദേശം ഒരേപോലെയാണ്. കോയിലിൻ്റെ പേരിൻ്റെ കാര്യത്തിൽ ഒരേപോലെയാണ്. ഇൻപുട്ട് കൊടുക്കുന്നത് പ്രൈമറി കോയിലിൽ, ഔട്ട്പുട്ട് എടുക്കുന്നത് സെക്കൻഡറി കോയിലിൽ. ഇവിടെ അതുപോലെ തന്നെ ഇൻപുട്ട് കൊടുക്കുന്നത് പ്രൈമറി കോയിലിൽ, ഔട്ട്പുട്ട് എടുക്കുന്നത് സെക്കൻഡറി കോയിലിൽ. പക്ഷേ അവിടെ നമ്പർ ഓഫ് ടേൺസ് വ്യത്യാസമുണ്ട്. സ്റ്റെപ്പ് അപ്പിൽ എന്താണ് ചെയ്യുന്നത്? കൊടുക്കുന്ന ഇൻപുട്ട് ചെറുത്, കിട്ടുന്ന ഔട്ട്പുട്ട് വലുത്. അതായത് പ്രൈമറി കോയിലിലെ നമ്പർ ഓഫ് ടേൺസ് കുറവാണ്, സെക്കൻഡറി കോയിലിലെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലും. അതായത് കൊടുക്കുന്ന ഇൻപുട്ട് കുറവാണ്, നമ്മൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് കൂടുതലാണ്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി ഈസ് ലെസ് ദാൻ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി. സ്റ്റെപ്പ് അപ്പിൽ ഒന്ന് തിരിച്ചു ചിന്തിച്ചാൽ മതി. സ്റ്റെപ്പ് അപ്പ് ശരിക്കും പറഞ്ഞാൽ സ്റ്റെപ്പ് ഡൗൺ എന്താണ്? സ്റ്റെപ്പ് ഡൗൺ ആണ് കേട്ടോ. സ്റ്റെപ്പ് ഡൗണിൽ എന്താണ്? നമ്മൾ കൊടുക്കുന്നത് വളരെ വലിയ വോൾട്ടേജാണ്, നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നതോ വളരെ ചെറിയ വോൾട്ടേജ്. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സ്റ്റെപ്പ് ഡൗൺ. സ്റ്റെപ്പ് ഡൗണിൽ പ്രൈമറി കോയിലിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലും, സെക്കൻഡറിയിൽ നമ്പർ ഓഫ് ടേൺസ് കുറവുമാണ്. അപ്പോൾ ഈ ഒരു വ്യത്യാസം മാത്രമാണ് സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും തമ്മിലുള്ളൂ. അതിൻ്റെ കൺസ്ട്രക്ഷൻസ് ഏകദേശം ഒരേപോലെയാണ്. പക്ഷേ സ്റ്റെപ്പ് അപ്പിൽ പ്രൈമറിയിൽ ടേൺസ് കുറവും സെക്കൻഡറിയിൽ ടേൺസ് കൂടുതലുമാണ്. സ്റ്റെപ്പ് ഡൗണിൽ പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലും സെക്കൻഡറിയിൽ നമ്പർ ഓഫ് ടേൺസ് കുറവുമാണ്. ഇതാണ് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ കൺസ്ട്രക്ഷൻ. ഇനി എന്താണ് പ്രിൻസിപ്പിൾ? വളരെ എളുപ്പമാണ്. നമ്മൾ 6th ചാപ്റ്ററിൽ പഠിച്ച
മ്യൂച്വൽ ഇൻഡക്ഷനാണ് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. നമ്മൾ ഇവിടെ ഏകദേശം ഒരു സൈൻ വേവ് പോലെയാണ് കൊടുത്തിരിക്കുന്നത്. ഇൻപുട്ട് കണ്ടോ, ഒരു സൈൻ വേവ് പോലെ. ഇവിടെയും ഏകദേശം ഒരു സൈൻ വേവ് പോലെയാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ അർത്ഥം ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ കോയിലിൽ കൂടി നമ്മളൊരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രൈമറി കോയിലിൽ കൂടി ഒരു ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ് പാസ് ചെയ്യും. ഈ ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ് ശ്രദ്ധിച്ചിരുന്നോളൂ, ഈ ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ് ഇതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് മാറ്റും. നമ്മളൊരു സ്റ്റഡി കറൻറ്റാണ് കടത്തിവിടുന്നതെങ്കിൽ പ്രൈമറി കോയിലിന് ചുറ്റും എന്തുണ്ടായിരിക്കും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ആ മാഗ്നറ്റിക് ഫീൽഡിലാണ് സെക്കൻഡറി കോയിൽ ഇരിക്കുന്നത്. പ്രൈമറി കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിലാണ് സെക്കൻഡറി കോയിൽ ഇരിക്കുന്നത്. ഇനി പ്രൈമറി കോയിലിലെ കറൻറ്റ് മാറുന്നതിനനുസരിച്ച് മാറ്റാനായിട്ട് നമ്മളൊന്നും ചെയ്യണ്ട, കാരണം കൊടുക്കുന്നത് ഓൾട്ടർനേറ്റിംഗ് കറൻറ്റാണ്. അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ് എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ് മാറുന്നത് കൊണ്ട് പ്രൈമറിക്ക് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് മാറും, അതേപോലെ തന്നെ സെക്കൻഡറിക്ക് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് മാറും. അങ്ങനെയെങ്കിൽ ഇപ്പോൾ സെക്കൻഡറി കോയിൽ ഇരിക്കുന്നത് എവിടെയാണ്, ചേഞ്ച് ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ്. അല്ലെങ്കിൽ സെക്കൻഡറി കോയിലിന് എബൌട്ട് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. അപ്പോൾ തന്നെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചിന്തിക്കേണ്ട, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി എന്ത് സംഭവിക്കും, സെക്കൻഡറി കോയിലിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്പ് ചെയ്യും, നമുക്കത് ഔട്ട്പുട്ടിൽ ലഭിക്കുകയും ചെയ്യും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോസസ്സാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ആദ്യത്തെ കോയിലിൽ കൂടിയുള്ള കറൻറ്റ് മാറുന്നതിനനുസരിച്ച് രണ്ടാമത്തെ കോയിലിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്പ് ചെയ്യുന്നു. ആ പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അതേ മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി തന്നെയാണ് ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത്. ഇവിടെയും അതുപോലെ തന്നെയാണ്. പ്രൈമറി കോയിലിൽ നമ്മളൊരു ഓൾട്ടർനേറ്റിംഗ് EMF അപ്ലൈ ചെയ്യുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ് പാസ് ചെയ്യുന്നു. ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യുന്ന കറൻറ്റാണ്. ഓൾട്ടർനേറ്റിംഗ് കറൻറ്റാണ് പാസ് ചെയ്യുന്നതെങ്കിൽ ആ കറൻറ്റ് അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ മാറ്റിക്കൊണ്ടേയിരിക്കും. അത്തരത്തിൽ ചേഞ്ച് ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ് സെക്കൻഡറി കോയിൽ ഇരിക്കുന്നത്. അപ്പോൾ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി അല്ലെങ്കിൽ ആ ഒരു ഫിനോമിനൻ വഴി സെക്കൻഡറി കോയിലിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്പ് ചെയ്യും. ആ ഇൻഡ്യൂസ്ഡ് EMF നമുക്ക് സെക്കൻഡറിയിൽ ഔട്ട്പുട്ടായിട്ട് ലഭിക്കുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ മ്യൂച്വൽ ഇൻഡക്ഷൻ. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, അതുപോലെ തന്നെ എൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസും പറഞ്ഞു, അതിൻ്റെ പ്രിൻസിപ്പിളും നമ്മളിപ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് ആണ്. ചെറിയ രീതിയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഒരു ട്രാൻസ്ഫോമർ ഏത് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്, എങ്കിൽ കൂടി നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. അതിനു മുമ്പ് രണ്ട് തരത്തിലുള്ള വൈൻഡിങ്സ് നമുക്കൊന്ന് പരിചയപ്പെടണം. അപ്പോൾ ഇത് സാധാരണഗതിയിൽ ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറാണ്, ഇത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. നമ്മൾ നേരത്തെ കണ്ടതാണ്. സ്റ്റെപ്പ് അപ്പ് ആണെങ്കിൽ പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് കുറവും സെക്കൻഡറിയിൽ കൂടുതലുമാണ്. സ്റ്റെപ്പ് ഡൗൺ ആണെങ്കിൽ പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലും സെക്കൻഡറിയിൽ കുറവുമാണ്. ഇനി ഈ രണ്ട് ട്രാൻസ്ഫോമറുകളിലും വേറെ വേറെ ലെഗുകളിലാണ്, അതായത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വേറെ വേറെ സ്ഥലങ്ങളിലാണ് പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും വൗണ്ട് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ആ അറേഞ്ച്മെൻറ്റിന് എന്തെങ്കിലും തരത്തിലുള്ള ഡ്രോബാക്സ് ഉണ്ടോ? പ്രൈമറി കോയിലിൽ കൂടി ഒരു ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ് കടന്നു പോകുമ്പോൾ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഈ വലതുവശത്ത് മാത്രമല്ല, പ്രൈമറി കോയിലിൻ്റെ ചുറ്റിലും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. പക്ഷേ സെക്കൻഡറി കോയിൽ റൈറ്റ് സൈഡിലാണ് വൗണ്ട് ചെയ്തിരിക്കുന്നത്, ചുറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പ്രൈമറി കോയിൽ ഇപ്പോൾ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ലെഫ്റ്റിലും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇങ്ങനെ ഫിഗർ ഇങ്ങനെയാണ് നോക്കുന്നതെങ്കിൽ അതിൻ്റെ ഉൾഭാഗത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അതിൻ്റെ പുറം ഭാഗത്തും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു എളുപ്പത്തിന് വേണ്ടി ഞാൻ 4 സൈഡ് എടുക്കുന്നുള്ളൂ. ഒന്ന് റൈറ്റ് സൈഡ്, ഒന്ന് ലെഫ്റ്റ് സൈഡ്, ഒന്ന് അതിൻ്റെ ഉൾഭാഗം, ഒന്ന് അതിൻ്റെ പുറം ഭാഗം. പക്ഷേ സെക്കൻഡറി കോയിലിലേക്ക് ഈ പ്രൈമറി കോയിലിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എവിടെ നിന്ന് മാത്രമേ വരുള്ളൂ? റൈറ്റ് സൈഡിൽ നിന്ന് മാത്രമേ വരുള്ളൂ. കാരണം മുകളിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണ്, അത് സെക്കൻഡറി കോയിലിന് ഉപകാരപ്പെടില്ല. പ്രൈമറി കോയിലിൻ്റെ ലെഫ്റ്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഈ ഭാഗത്തായിരിക്കും, അതും നമ്മുടെ സെക്കൻഡറി കോയിലിന് ഉപകാരപ്പെടില്ല. പ്രൈമറി കോയിലിൻ്റെ ഉൾഭാഗത്ത്, അതായത് ഇതിൻ്റെയൊക്കെ അടിഭാഗത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ്, അതും ഈ സെക്കൻഡറി കോയിലിന് ഉപകാരപ്പെടില്ല. പ്രൈമറി കോയിലിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഈ ഭാഗത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്,
അത് ചേഞ്ച് ചെയ്യുമ്പോഴാണ് സെക്കൻഡറി കോയിലിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്പ് ചെയ്യുള്ളൂ. ആ ഒരു ഡ്രോബാക്കിനെ നമ്മൾ ഫ്ലക്സ് ലീക്കേജ് എന്നാണ് പറയുന്നത്. ഫ്ലക്സ് ലീക്കേജ്, അതായത് ഒരു സൈഡിലെ മാത്രം, പ്രൈമറി കോയിലിൻ്റെ ഒരു സൈഡിലെ മാത്രം മാഗ്നറ്റിക് ഫീൽഡ്, അത് മാത്രമേ സെക്കൻഡറി കോയിലുമായിട്ട് ബന്ധമുള്ളൂ. ഇതിൻ്റെ മുകളിലെ മാഗ്നറ്റിക് ഫീൽഡോ അതിൻ്റെ ഉള്ളിലെ മാഗ്നറ്റിക് ഫീൽഡോ അതിൻ്റെ ലെഫ്റ്റിലെ മാഗ്നറ്റിക് ഫീൽഡോ സെക്കൻഡറി കോയിലുമായിട്ട് ബന്ധമില്ല. അപ്പോൾ 4ൽ 1 മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മുടെ സെക്കൻഡറി കോയിലുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. അത് ചേഞ്ച് ചെയ്യും, തീർച്ചയായിട്ടും അത് ചേഞ്ച് ചെയ്യും. അത് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് സെക്കൻഡറി കോയിലിൽ ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. നമ്മൾ ഓൾറെഡി ഒരു കറണ്ട് കൊടുക്കുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട എല്ലാ മാഗ്നറ്റിക് ഫീൽഡും ആരുമായിട്ട് ഇതിൽ കണക്റ്റഡ് അല്ല, സെക്കൻഡറി കോയിലുമായിട്ട് കണക്റ്റഡ് അല്ല. ആ ഒരു ഡ്രോബാക്കാണ് ഫ്ലക്സ് ലീക്കേജ്. അതിനെ മാറ്റുന്നതിനായി നമുക്ക് ഈ വൗണ്ടിങ്സിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ ആ വൈൻഡിങ്സ് അല്ലെങ്കിൽ ആ ചുറ്റി വെച്ചിരിക്കുന്ന വൗണ്ടിങ്സ് ഏത് രീതിയിലാണ്, ആ രീതിയെ സംബന്ധിച്ച് നമുക്ക് 2 ടൈപ്പും കൂടി പറയാനുണ്ട്. അതായത് ഈ കോറ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് കോർ ടൈപ്പും രണ്ടാമത്തെ ഷെൽ ടൈപ്പും. ഇത് നമ്മൾ സാധാരണ പറഞ്ഞത് തന്നെയാണ്. ഒരു ലിംബിൽ അല്ലെങ്കിൽ ഒരു ലെഗിൽ ഇൻപുട്ട് കൊടുക്കുന്നു പ്രൈമറി കോയിൽ, മറ്റേതിൽ ഔട്ട്പുട്ട് എടുക്കുന്നു സെക്കൻഡറി കോയിൽ. പക്ഷേ മറ്റൊരു ടൈപ്പ് ട്രാൻസ്ഫോമറാണ് ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ. ഈ പറഞ്ഞ ആ ഫ്ലക്സ് ലീക്കേജ് നമുക്ക് മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ പ്രൈമറി ചുറ്റിയെടുക്കാം. അതായത് സെൻറ്ററിലാണ്. ആദ്യം തന്നെ പ്രൈമറി നിങ്ങൾ ചുറ്റിയെടുക്കാം. അത് ഇൻസുലേറ്റഡ് ആയിരിക്കണം. പ്രൈമറിയും സെക്കൻഡറിയും തമ്മിൽ കോണ്ടാക്റ്റ് വരാൻ പാടില്ല. പ്രൈമറി ആ വയർ, ആ പ്രൈമറിയിൽ നമ്മൾ വൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ വയർ എന്ത് ചെയ്യണം? ഒരു ലെഗിൽ, സിംഗിൾ ലെഗിൽ എന്ത് ചെയ്യണം? ചുറ്റിയെടുക്കണം. അതിന് മുകളിലായിട്ട് ഇൻസുലേഷനുള്ള അല്ലെങ്കിൽ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള രണ്ടാമത്തെ, അതായത് സെക്കൻഡറി കോയിൽ എന്ത് ചെയ്യണം? പ്രൈമറിയുടെ മുകളിലായിട്ട് ചുറ്റിയെടുക്കണം. അപ്പോൾ ഇതാണ് പ്രൈമറി എങ്കിൽ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, എല്ലാ ഡയറക്ഷനിലേക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അതിൻ്റെ മുകളിൽ ഇൻസുലേഷനുള്ള സെക്കൻഡറി കോയിൽ വൗണ്ട് ചെയ്യുക. 2 ഇൻസുലേറ്റഡ് ആണ്, പ്രൈമറി ഇൻസുലേറ്റഡ് ആണ്, സെക്കൻഡറി ഇൻസുലേറ്റഡ് ആണ്. അപ്പോൾ പ്രൈമറി കോയിലുമായി ബന്ധപ്പെട്ട് അതിന് ചുറ്റും 360 ഡിഗ്രിയിലും മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നുണ്ടാവും. അപ്പോൾ ആ 360 ഡിഗ്രിയിലെ മാഗ്നറ്റിക് ഫീൽഡും ആരുമായി ബന്ധമുണ്ടാകും? അതിന് മുകളിൽ ചുറ്റിയിരിക്കുന്ന സെക്കൻഡറി കോയിലുമായിട്ട് ബന്ധമുണ്ടാകും. രണ്ടും തമ്മിൽ ഫിസിക്കൽ കോൺടാക്റ്റ് വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള കറണ്ട് ഷോർട്ടായി പോകും, അത് പാടില്ല. അപ്പോൾ പ്രൈമറി കോയിൽ, അതിന് മുകളിൽ സെക്കൻഡറി കോയിൽ നമ്മൾ വൗണ്ട് ചെയ്യുകയാണെങ്കിൽ, ചുറ്റിയിടുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ആ പ്രൈമറി കോയിലിലെ എല്ലാ ഫ്ലക്സും അല്ലെങ്കിൽ എല്ലാ മാഗ്നറ്റിക് ഫീൽഡും സെക്കൻഡറി കോയിലുമായിട്ട് ബന്ധമുണ്ടാകും. അങ്ങനെയെങ്കിൽ പ്രൈമറി കോയിലിൽ കറണ്ട് കടന്നു പോകുന്നു, അത് മാറുന്നു, അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്നു. ആ മാഗ്നറ്റിക് ഫീൽഡിലാണ് ഇപ്പോൾ സെക്കൻഡറി കോർ ഇരിക്കുന്നത് അല്ലെങ്കിൽ സെക്കൻഡറി കോയിൽ ഇരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ സെക്കൻഡറി കോയിലിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്പ് ചെയ്യും, നമുക്ക് ഔട്ട്പുട്ടായിട്ട് എടുക്കാനും സാധിക്കും. അപ്പോൾ ഫ്ലക്സ് ലീക്കേജ് മിനിമൈസ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ടൈപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കാം? ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കാം. ഇതാണ് കോർ ടൈപ്പ്, ഫ്ലക്സ് ലീക്കേജ് ഉണ്ടാകും. ഇതാണ് ഷെൽ ടൈപ്പ്, ഫ്ലക്സ് ലീക്കേജ് നമുക്ക് പരമാവധി മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി വർക്കിംഗ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ പ്രൈമറിയിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നു? ഒരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. അതിനനുസരിച്ച് അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് മാറുന്നു. ആ ചേഞ്ച് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിലാണ് സെക്കൻഡറി കോയിൽ ഇരിക്കുന്നത്. ആ സെക്കൻഡറി കോയിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ സെക്കൻഡറി കോയിലിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി ഒരു ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്പ് ചെയ്യും, നമുക്കത് ഔട്ട്പുട്ടിൽ കിട്ടുകയും ചെയ്യും. ഇവിടെ അതുപോലെ തന്നെയാണ്. സ്റ്റെപ്പ് ഡൗണിലും അതുപോലെ തന്നെ പ്രൈമറിയിൽ നമ്മളൊരു ഓൾട്ടർനേറ്റിംഗ് EMF അപ്ലൈ ചെയ്യുന്നു, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ജനറേറ്റ് ചെയ്യുന്നു, മാഗ്നറ്റിക് ഫീൽഡ് മാറുന്നു. ആ ചേഞ്ച് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിലാണ് സെക്കൻഡറി കോയിൽ ഇരിക്കുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി സെക്കൻഡറി കോയിലിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF, ഇൻഡ്യൂസ്ഡ് കറണ്ട് ഡെവലപ്പ് ചെയ്യും, നമുക്കത് ഔട്ട്പുട്ടിൽ കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നടക്കുന്നത് ഒരു മ്യൂച്വൽ ഇൻഡക്ഷനാണ്. ഒരു കോയിലിലെ കറണ്ട് മാറുന്നതിനനുസരിച്ച് രണ്ടാമത്തെ കോയിലിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നു. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനാണ് ശരിക്കും അവിടെ നടക്കുന്ന ഫിനോമിനൻ. പക്ഷേ കൃത്യമായി പറയുകയാണെങ്കിൽ 2 കോയിലുമായി ബന്ധപ്പെട്ട ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആയതുകൊണ്ട് നമുക്കതിനെ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് വിളിക്കാം. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ്, അതല്ലെങ്കിൽ ഫിനോമിനൻ വഴിയാണ്. ശരിക്കും 2 ടൈപ്പ് ട്രാൻസ്ഫോമർ ഉള്ളത്, സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും. അതിൽ തന്നെ നമുക്ക് കോർ ടൈപ്പും പറയാം, ഷെൽ ടൈപ്പും പറയാം. കോർ ടൈപ്പിൽ ഫ്ലക്സ് ലീക്കേജ് ഉണ്ടാകും, ഷെൽ ടൈപ്പിൽ നമുക്ക് ആ ഫ്ലക്സ് ലീക്കേജ് പരമാവധി കുറയ്ക്കാനായിട്ടും സാധിക്കും. മാത്തമാറ്റിക്കൽ അനാലിസിസ്.
ഈ ഒരു ടോപ്പിക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രൈമറി കോയിലിൽ നമ്പർ ഓഫ് ടേൺസ് ഉണ്ടായിരിക്കും, സെക്കൻഡറിയിലും നമ്പർ ഓഫ് ടേൺസ് ഉണ്ടായിരിക്കും. അതൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് കുറവും സെക്കൻഡറിയിൽ കൂടുതലുമായിരിക്കും. ഇനി അതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണെങ്കിലോ പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലും സെക്കൻഡറിയിൽ കുറവുമായിരിക്കും. നമ്മൾ പ്രൈമറിയിൽ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു, സെക്കൻഡറിയിൽ നമുക്കൊരു വോൾട്ടേജ് കിട്ടും, കറണ്ടും കിട്ടും. അതുപോലെ തന്നെ പ്രൈമറിയിലും കറണ്ട് ഉണ്ടായിരിക്കും, നേരത്തെ പറഞ്ഞതുപോലെ സെക്കൻഡറിയിലും കറണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ്, അതുപോലെ തന്നെ വോൾട്ടേജ്, അതുപോലെ തന്നെ കറണ്ട്, മൂന്നാളുകൾ. സെക്കൻഡറിയിലും ഇതേപോലെ തന്നെ നമ്പർ ഓഫ് ടേൺസ്, അവിടെയുള്ള വോൾട്ടേജ്, അവിടെയുള്ള കറണ്ട്. ഈ 6 ആളുകളും തമ്മിൽ 6 ആളുകളുണ്ട്. ഒന്ന് പ്രൈമറിയിലുള്ള 3 ആളുകൾ, പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ്, പ്രൈമറിയിലെ കറണ്ട്, പ്രൈമറിയിലെ വോൾട്ടേജ്, അപ്പോൾ 3 ആളുകളായി. ഇനി അടുത്ത 3 ആളുകൾ സെക്കൻഡറിയുമായി ബന്ധപ്പെട്ടതാണ്. സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ്, സെക്കൻഡറിയിലെ കറണ്ട്, സെക്കൻഡറിയിലെ വോൾട്ടേജ്. ഈ 6 ആളുകളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, മാത്തമെറ്റിക്കലായിട്ട് നമുക്ക് ഇവരെ കണക്ട് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് മാത്തമെറ്റിക്കൽ അനാലിസിസ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നോക്കാം നമുക്ക്. NP നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി, NS എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറിയുമാണ്. ഇനി ഇൻഡ്യൂസ്ഡ് EMF ഇൻ ദ പ്രൈമറി, നമ്മുടെ ലെൻസസിലും അനുസരിച്ച് പ്രൈമറിയിലും ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകും, സെക്കൻഡറിയിലും ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകും. അപ്പോൾ ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കും എങ്ങനെ പ്രൈമറിയിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നു. നമ്മൾ കറണ്ട് കടത്തിവിടുന്നത് പ്രൈമറിയിൽ കൂടിയാണ്. അങ്ങനെയെങ്കിൽ അതും ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. അപ്പോൾ പ്രൈമറിക്ക് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് മാറും, അതേപോലെ തന്നെ സെക്കൻഡറിക്ക് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് മാറും. പ്രൈമറിക്ക് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് മാറുന്നതിനനുസരിച്ച് അവിടെ ഒരു സെൽഫ് ഇൻഡ്യൂസ്ഡ് കറൻറ്റും, സെക്കൻഡറിക്ക് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് മാറുന്നതിനനുസരിച്ച് അവിടെ ഒരു മ്യൂച്വൽ ഇൻഡക്ഷനും സംഭവിക്കും. പ്രൈമറി ആ ഫസ്റ്റത്തെ കോയിലാണ്, നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന കോയിലാണ് പ്രൈമറി, അതിലെ കറണ്ട് മാറുന്നുണ്ട്, അതായത് അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് മാറുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു സെൽഫ് ഇൻഡക്ഷൻ സംഭവിക്കും. ഇനി ഈ പ്രൈമറിക്ക് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് മാറുന്നു, ആ ചേഞ്ച് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിലാണ് സെക്കൻഡറിയെ കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡറിക്ക് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് മാറും. അപ്പോൾ സെക്കൻഡറിയിൽ എന്ത് ടൈപ്പ് ഇൻഡക്ഷനാണ് നടക്കുക? മ്യൂച്വൽ ഇൻഡക്ഷനാണ് നടക്കുക. എങ്ങനെ പോയി കഴിഞ്ഞാലും 2 കോയിലിലും ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്പ് ചെയ്യും. നമ്മുടെ ലെൻസസിലും അനുസരിച്ച് എന്താണ്? ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു -d∅/dt. ഇനി അവിടെ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിലോ ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു -n×d∅/dt ആണ്. ആ ഒരു കാര്യം നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. പ്രൈമറിയിൽ ഇൻഡ്യൂസ്ഡ് EMF EP എന്നാണ് വിളിക്കുന്നത് ഞാൻ. P ഫോർ പ്രൈമറി, E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് EMF ആണ്. ഇൻഡ്യൂസ്ഡ് EMF ഇൻ പ്രൈമറി ഈക്വൽ ടു -np×d∅/dt, അത് ഇക്വേഷൻ 1. അതേപോലെ തന്നെ സെക്കൻഡറിയിലും എഴുതാം. ഇൻഡ്യൂസ്ഡ് EMF ഇൻ സെക്കൻഡറി ES, S ഫോർ സെക്കൻഡറി, E ഫോർ EMF, സെക്കൻഡറിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF ES ഈക്വൽ ടു നേരത്തെ പറഞ്ഞതുപോലെ -ns×d∅/dt, അത് ഇക്വേഷൻ 2 ആണ്. ഇനി ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2 ചെയ്യുക. ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2, അപ്പോൾ EP/ES വരും. മൈനസും മൈനസും ക്യാൻസൽ ചെയ്ത് പോകും, d∅/dtയും d∅/dtയും ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി നമുക്ക് ആരെ ലഭിക്കും? EP/ES. EP/ES ഈസ് ഈക്വൽ ടു NP ഡിവൈഡഡ് ബൈ NS, അതാണ് ഇക്വേഷൻ 3. ഇനി EP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EMF ആണ്, ഇൻഡ്യൂസ്ഡ് EMF. ES എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ സെക്കൻഡറിയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇൻഡ്യൂസ്ഡ് EMF. ഇനി if the primary has negligible resistance and there is no flux leakage, EMF can be taking us the potential difference or voltage. നമുക്കറിയാം ഒരു EMFും ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസും രണ്ടും വേറെ ആളുകളാണ്. കോൺസെപ്റ്റ് ഡിഫറെൻറ്റാണ്. റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു EMFിൻ്റെ ഒരു സോഴ്സ് റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ EMF കുറഞ്ഞ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിട്ട് മാറും. നമ്മൾ ആ സെല്ലുകളിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഒരു സെല്ല് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് അതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് കറണ്ട് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ EMF മാറി ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിട്ട് മാറും. അതായത് EMF ഈസ് ചേഞ്ച് ടു പൊട്ടൻഷ്യൽ, അതായത് വോൾട്ടേജ്. ഇവിടെ നമ്മൾ പറയുന്നു, അതൊരു ഹൈപ്പോത്തറ്റിക്കൽ കോൺസെപ്റ്റാണ്, നെഗ്ലിജിബിൾ റെസിസ്റ്റൻസ് ആണ് വിചാരിക്കുക. ശരിക്കും ഒരു റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടായിരിക്കും, പ്രൈമറി കോയിലിന് ഒരു റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഒരു ഇമാജിനേഷൻ കൊണ്ടുവരികയാണ്. പ്രൈമറി കോയിലിന്
റെസിസ്റ്റൻസ് ഒന്നും തന്നെ ഇല്ല. നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന പ്രൈമറി കോയിലിന് റെസിസ്റ്റൻസ് ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ ഫ്ലക്സ് ലീക്കേജും ഇല്ല. ഫ്ലക്സ് ലീക്കേജിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഫ്ലക്സ് ലീക്കേജും ഇല്ലെങ്കിൽ നമുക്ക് ഇ എം എഫിനെ വോൾട്ടേജിനോട് ഇക്വേറ്റ് ചെയ്യാം. തിരിച്ചാണ് ശരിക്കും പറയുന്നത് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ഇ എം എഫ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഇ എം എഫ് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ആണെന്ന് പറയാം. അപ്പോൾ ഇ പി ഈക്വൽ ടു വി പി എന്ന് എഴുതാം, ഇ എസ് ഈക്വൽ ടു വി എസ് എന്ന് എഴുതാം. അപ്പോൾ ഇക്വേഷൻ 3 എങ്ങനെയായിട്ട് മാറും? ഇ പിക്ക് പകരം വി പി കൊടുക്കുക, ഇ എസിന് പകരം വി എസും കൊടുക്കുക. സോ ഇ പി ബൈ ഇ എസ് ഇറ്റ് ഈസ് വി പി ബൈ വി എസ് ഈക്വൽ ടു എൻ പി ഡിവൈഡ് ബൈ എൻ എസ്. ഇതാണ് ഇക്വേഷൻ 4. അപ്പോൾ ഇവിടെ 4 ആളുകൾ തമ്മിലുള്ള റിലേഷൻ കിട്ടി. വി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി വോൾട്ടേജ്, വി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറി വോൾട്ടേജ്, എൻ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി, എൻ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി. അതാണ് ഇക്വേഷൻ 4. ഇവിടെ ആര് വന്നിട്ടില്ല? കറൻറ്റിൻ്റെ ടേം വന്നിട്ടില്ല. അത് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ലഭിച്ച ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു: വി പി ബൈ വി എസ് ഈക്വൽ ടു എൻ പി ഡിവൈഡ് ബൈ എൻ എസ്. അത് നമ്മുടെ 4th ഇക്വേഷനായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു കറൻറ്റുമായി ബന്ധപ്പെട്ട് ഒരു ടേം ഇവിടെ വന്നിട്ടില്ല. നമ്മൾ കറൻറ്റിനെ കൂടി ഈ ഒരു ഇക്വേഷനിൽ ഉൾപ്പെടുത്തണം. നോക്കാം നമുക്ക് എങ്ങനെയാണ് ഉൾപ്പെടുത്താൻ സാധിക്കുകയെന്ന്. ഇഫ് ദ ട്രാൻസ്ഫോമർ ഈസ് 100% എഫിഷ്യൻറ്റ്, 100% എഫിഷ്യൻസി ഉള്ള ഒരു ട്രാൻസ്ഫോമർ ആണെങ്കിൽ, അതൊരു ഐഡിയൽ ട്രാൻസ്ഫോമർ ആണ്, 100% എഫിഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന പവർ തന്നെ നമുക്ക് ഔട്ട്പുട്ടിലും ലഭിക്കും. യാതൊരു വിധത്തിലുള്ള ഹീറ്റ് ലോസോ ബാക്കിയുള്ള എനർജി ലോസോ ഒന്നും തന്നെയില്ല. നമ്മൾ കൊടുക്കുന്ന പവർ അതേപോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ടിലും ലഭിക്കും. അതായത് ഇൻപുട്ട് പവർ ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ. ഇൻപുട്ട് പവർ എന്താണ്? ഇൻപുട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജ് ഇൻറ്റു ഇൻപുട്ടിലെ കറൻറ്റ് വി ഐ. സോ വി പി ഐ പി ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ എന്താണ്? ഔട്ട്പുട്ടിലുള്ള വോൾട്ടേജ് ഇൻറ്റു ഔട്ട്പുട്ടിലുള്ള കറൻറ്റ് വി എസ് ഐ എസ്. അതായത് പ്രൈമറിയിലത്തെ വോൾട്ടേജ് ഇൻറ്റു പ്രൈമറിയിലെ കറൻറ്റ് ഈക്വൽ ടു സെക്കൻഡറിയിലെ വോൾട്ടേജ് ഇൻറ്റു സെക്കൻഡറിയിലെ കറൻറ്റ്. ഇൻപുട്ട് പവർ ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ. അതിൽ ഐ എസിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരിക, വി എസിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ വി പി ബൈ വി എസ് ഐ. ഐ പി എ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ ഐ എസ് ബൈ ഐ പി ആയിട്ട് മാറും. അതായത് ഈ ഒരു ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വി പി ബൈ വി എസ് ഈക്വൽ ടു ഐ എസ് ബൈ ഐ പി എന്ന് കിട്ടും. അതാണ് ഇക്വേഷൻ 5. ഇക്വേഷൻ 4 വി പി ബൈ വി എസ് ഈക്വൽ ടു എൻ പി ബൈ എൻ എസ് ആയിരുന്നു. ഇക്വേഷൻ 5 വി പി ബൈ വി എസ് ഈക്വൽ ടു ഐ എസ് ബൈ ഐ പി. നമുക്ക് 4ഉം 5ഉം കമ്പൈൻ ചെയ്യാം. വി പി കമ്പൈൻ 4 and 5. വി പി ബൈ വി എസ്, വി പി ബൈ വി എസ് ഈക്വൽ ടു എൻ പി ബൈ എൻ എസ്, എൻ പി ബൈ എൻ എസ്. ഇതിൽ വി പി ബൈ വി എസ് എന്താണെന്നും കൂടി കിട്ടിയിട്ടുണ്ട്, ഐ എസ് ബൈ ഐ പി ആണെന്നും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്കിവിടെ കമ്പൈൻ ചെയ്ത് എഴുതാം. വി പി ബൈ വി എസ് ഈക്വൽ ടു എൻ പി ബൈ എൻ എസ് ഈക്വൽ ടു ഐ എസ് ബൈ ഐ പി. ഒരു പക്ഷേ നമ്മൾ ഈ ഒരു ട്രാക്കിൽ നമ്മൾ എഴുതി പോകുമ്പോൾ ചെറിയൊരു തെറ്റ് പറ്റാൻ ചാൻസ് ഉണ്ട്. വി പി ബൈ വി എസ് ഈക്വൽ ടു എൻ പി ബൈ എൻ എസ് ഈക്വൽ ടു ഐ പി ബൈ ഐ എസ് എന്ന് എഴുതാനായിട്ടുള്ള ചാൻസ് അവിടെ വളരെയധികം കൂടുതലാണ്. അത് തെറ്റാണ്. ഐ എസ് ആണ് ന്യൂമറേറ്റർ ആയിട്ട് വരിക. വി പി ബൈ വി എസ് ഈക്വൽ ടു എൻ പി ബൈ എൻ എസ് ഈക്വൽ ടു ഐ എസ് ഡിവൈഡഡ് ബൈ ഐ പി എന്നുള്ളതാണ് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 6 ആളുകളും അവിടെ വന്നിട്ടുണ്ട്. പ്രൈമറിയിലെ വോൾട്ടേജ്, പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ്, പ്രൈമറിയിലെ കറൻറ്റ്, 3 ആളുകൾ. സെക്കൻഡറിയിലെ വോൾട്ടേജ്, സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ്, സെക്കൻഡറിയിലെ കറൻറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ മാത്തമാറ്റിക്കൽ അനാലിസിസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. നമ്മുടെ കയ്യിലുള്ള നമ്പർ ഓഫ് ടേൺസ്, അതുപോലെ തന്നെ വോൾട്ടേജ്, കറൻറ്റ്, അത് പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും വോൾട്ടേജും കറൻറ്റും നമ്പർ ഓഫ് ടേൺസും തമ്മിൽ ഒരു മാത്തമാറ്റിക്കൽ റിലേഷൻ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഉദ്ദേശം. നമ്മളത് അച്ചീവ് ചെയ്തിരിക്കുന്നു. ഇതാണ് ആ റിലേഷൻ. വി പി ബൈ വി എസ് ഈക്വൽ ടു എൻ പി ബൈ എൻ എസ് ഈസ് ഈക്വൽ ടു ഐ എസ് ഡിവൈഡഡ് ബൈ ഐ പി.